ഒന്നുമില്ല. വേഷം കെട്ടിയതുകൊണ്ട് ഭംഗിയായിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ കളിച്ചോളൂ. പക്ഷെ ഒന്നുമില്ല. ഇല്ലാത്തതെന്നറിഞ്ഞോണ്ട് കളിക്കൂ. രാവണൻ ഉണ്ടെന്ന് പറഞ്ഞ് രാമൻപിള്ള കളിച്ചാൽ രാമൻപിള്ള വലിയ അപകടത്തിൽ ചെന്നുവിടും. രാവണന്റെ കണിക പോലുമില്ല. ഗംഭീരമായി കളിക്കുന്നു. എന്താ പാടില്ലാത്തത്? ഞാനിതെടുത്തു പറയുന്നത്, ഇങ്ങനെ സത്യമൊക്കെ തെളിഞ്ഞാൽ കർമ്മമൊക്കെ പോവില്ലേ, കുടുംബമൊക്കെ പോവില്ലേ, രാജ്യം പോവില്ലേ? ഒന്നും പോവില്ല. ഗംഭീരമായിട്ട് പണ്ടത്തേക്കാൾ കുടുംബത്തെ പുലർത്താം. ലേശം പോലും അറ്റാച്ച്മെന്റില്ല, സംഘമില്ല. ചെയ്യേണ്ട കർമ്മമൊക്കെ ഭംഗിയായി ചെയ്യാം. ദുഃഖമില്ല. കാരണം ഇല്ലാത്തത് കൈകാര്യം ചെയ്യുന്നു. അംബരീഷൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ദുർവാസാവിന് പോലും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ഈ ധാരണ കളയണം. സത്യം ഉറച്ചാൽ ഒക്കെ അങ്ങ് വിട്ടുപോകണം. ഉടനെ ഋഷികേശത്തോ അല്ലെങ്കിൽ വല്ല കൊടുങ്കാട്ടിലോ ചെന്നിരിക്കണം എന്നൊക്കെ ധരിച്ചാണ് ആളുകൾ ഈ സത്യത്തോട് വിമുഖരാകുന്നത്. ശാസ്ത്രീയമായ സത്യത്തോട് വിമുഖത വന്നാൽ പിന്നെ അസത്യമല്ലേ, എല്ലാം അസത്യത്തിന്റെ പിന്നാലെ പായുകയാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, ഒരു കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം പൂർണ്ണമായും അവന്റെ ജീവിതത്തെ പരാജയത്തിലെത്തിക്കുന്ന കർമ്മം. ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സത്യമെന്തെന്നറിഞ്ഞുകൂടാ. എന്തിന് ജനിച്ചു എന്തിന് മരിച്ചു എന്ന് നിശ്ചയമില്ല. കൂരിരുട്ടിലേക്ക് മരണത്തോടു കൂടി ആഴുകയാവും. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നു, മറ്റുള്ളവരെ ഒരിക്കലും മാറ്റി നിർത്തി കർമ്മം ചെയ്യരുത്. നിങ്ങൾ കർമ്മം ചെയ്യൂ, കുടുംബം ഭരിക്കൂ, പക്ഷെ എല്ലാം ഈശ്വരമയം. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, നാമരൂപങ്ങൾ പൊന്തുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന ബോധവസ്തു, ആദിമമായൊരാത്മരൂപം. ഉപനിഷത്തുകളെല്ലാം പറയുന്നു, ആത്മാവാ ഇദമഗ്രയാസീത് നാന്യത് കിഞ്ചന മിഷത്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ആരംഭത്തിൽ നാമരൂപങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് ആത്മാവ് മാത്രം ആയിരുന്നു. മറ്റൊന്നും ചലിക്കുന്നതായി ഉണ്ടായിരുന്നില്ല. ഐതരേയോപനിഷത്തിന്റെ പ്രഖ്യാപനമാണ്.